ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തുനിന്നൊരു കുട്ടി പെയിൻറ്റിങ് ചെയ്യാമെന്ന്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. വരക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കും വരക്കാൻ അറിയാവുന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കുട്ടി ഡ്രോയിങ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയുള്ള ബുക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് പെയിൻറ്റിങ് ആയതുകൊണ്ട് പെട്ടെന്ന് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിൽ പേപ്പർ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പച്ച എടുക്കുന്നുണ്ട്, പിന്നെ ഒരു മുടി ഒരടപ്പ പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ളൊരു പെയിൻറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇതാണ്. അപ്പോൾ ഇതെടുത്തേക്കുന്ന അക്ലിക്കിൻ്റെ 12 കളേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഞാൻ എടുത്തിട്ട് കുറേ നാളായി, എനിക്കത് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ. അപ്പോൾ ഞാനത് യൂസ് ആക്കിയിട്ടൊന്നുമില്ല. എനിക്ക് കുറച്ച് പെയിൻറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബാക്കൗട്ടാണ്. എനിക്ക് ഡ്രോയിങ് പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ ചെയ്യൽ കുറവാണ്, അത് കാരണം ഇതെടുക്കാറില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊക്കെ ഇനി പരീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ ക്ലാസ്സൊക്കെ ആയിട്ട് എടുക്കാം. ഞാൻ ആദ്യം ഫസ്റ്റ് ഈ ഗ്രീൻ എടുക്കുന്നു. നമുക്ക് വേറൊരു ഗ്രീനായിരുന്നു വേണ്ടത്, പക്ഷെ ഞാൻ ആദ്യം ഈ ഗ്രീൻ എടുത്തത് ഓർത്തില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഇതല്ലല്ലോ, ഈ ഗ്രീനാണ് നമുക്ക് വേണ്ടത്. സാരമില്ല, നമുക്ക് ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം ചെറിയ ഡ്രോയിങ്. അപ്പോൾ അതുകൊണ്ട് കുറേ പെയിൻറ്റിന് വേസ്റ്റ് ആക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരിയൊക്കെ എടുക്കത്തുള്ളൂ. നിങ്ങൾ ഫിഷിക്കാന്ന് വിചാരിക്കരുത്, എനിക്കങ്ങനെ വേസ്റ്റായി കളയുന്നത് ഇഷ്ടമല്ല, പെയിൻറ്റും സംഭവമൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ഈ രണ്ടും മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ അടുപ്പം പാത്രത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അടപ്പത്തിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പട്ടി വരക്കലും കിളിയുടെ സൗണ്ടും, പിന്നെ അപ്പുറത്തൊക്കെ കുറച്ച് മരമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള സൗണ്ടൊക്കെ ഉണ്ടാവും. എൻ്റെ കയ്യിലുള്ളൊരു ഫോം വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് ക്ഷമിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ പെയിൻറ്റ് ഫുൾ അടപ്പം പാത്രത്തിൽ കംപ്ലീറ്റ് ആക്കി അടിച്ചിട്ട് പിന്നെ ഈ ബുക്കിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 3 ലൈൻ അതുപോലെ ചെയ്യണം കേട്ടോ, കുറച്ച് മാറ്റിയും തിരിച്ചൊക്കെ ആയിട്ട് ഒരു 3 ലെയർ. അപ്പോൾ ആദ്യത്തെ മാത്രം ഇച്ചിരി കട്ടി ഉണ്ടാവുള്ളൂ, പിന്നത്തെ ലെയർ കട്ടി ഉണ്ടാവത്തില്ല. അപ്പോൾ അത് സാരമില്ല, നേരിയതായിട്ട് നമുക്ക് ലൈൻ കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഒട്ടും ആത്ത ലൈനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ബ്രഷ് വെച്ചിട്ടൊന്ന് ലൈനായി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത് കുറച്ച് പൂ വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ, റെഡ്, വൈറ്റും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ പെയിൻ്റൊക്കെ നല്ലൊരു മിക്സാക്കി എടുത്തിട്ട് ബ്ലൂ കളർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പച്ച ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് മുക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ ഇങ്ങോട്ട് കൊടുക്കുക. നല്ല രസമാട്ടോ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയെന്ന് പറയണേ. ആദ്യം നമുക്കുണ്ടല്ലോ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊരു പിടുത്തം കിട്ടത്തില്ല, പിന്നെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ വരച്ച് നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ കളർ ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് കൊടുക്കുമ്പോൾ ഇതിനേക്കാളും ഭംഗിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് റെഡും കൂടി മിക്സാക്കി, അതായത് റെഡായിട്ടും കൂടി ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോഴും എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കണ്ടോ, ബ്ലൂവിൻ്റെ ഇടയ്ക്ക് റെഡും കൂടി വന്നപ്പോഴേക്കും, അതായത് റെഡല്ല ആ കളർ വന്നപ്പോഴേക്കും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഭയങ്കര ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമല്ലോ, അധികം പാടൊന്നുമില്ലാതെ കുട്ടികൾക്കൊക്കെ ആയാലും വരയ്ക്കാൻ പറ്റും, വലിയവർക്കും വരയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ആ റൗണ്ട് വരച്ചില്ലായിരുന്നോ ഗ്രീൻ വെച്ചിട്ട്, ആ ഗ്രീനിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ലീഫ് ഇടയ്ക്കിടയ്ക്കായിട്ട് വച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി കാണാനായിട്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൊരു റീൽ കണ്ടാട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വരച്ച് നോക്കിയപ്പോൾ കൊള്ളാൻ തോന്നി. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തു. ബാക്കി ഉണ്ടായ ഗ്രീൻ വെച്ചിട്ട് നല്ലപോലെ ലീഫ് റൗണ്ട് ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി കാണാനായിട്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ?
പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഈ ബ്ലൂവും ഈ ഒരു കളർ വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം അത് വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാം കേട്ടോ. ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. കൊടുക്കുന്ന ആക്കും വാങ്ങുന്ന ആക്കും. അപ്പോൾ അതാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ്. പിള്ളേർക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. പെയിൻറ്റിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യാൻ നോക്കാൻ മറക്കരുത് വെറുതെ ഇരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കൊക്കെ പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.